അപ്പൊ നമുക്ക് ആദ്യത്തെ മീനെ കിട്ടിയിട്ടുണ്ട്. ആ മീൻ കാണിച്ചേ. അപ്പൊ നമുക്ക് കിട്ടിയ മീനെ കാണിച്ചു തരാം. നമ്മളെ തീറ്റ മീൻ കിട്ടണ്ടേ. അപ്പോൾ മച്ചന്മാരെ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ മീൻ പിടിക്കാൻ പോവാണ്. ഇന്ന് നമ്മൾ കർണാടകയിൽ ചിത്രദുർഗ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. ഇവിടെ അടുത്തൊരു ചെറിയൊരു ലേക്ക് ഉണ്ട്. അപ്പം അവിടുന്ന് പോകുന്ന ഒരു കനാലുണ്ട്. ആ കനാലിൽ നിന്ന് മീൻ പിടിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള ബാക്കി കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. മീൻ പിടിക്കാനാണ് പോകുന്നത്, പക്ഷെ മീനെ കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിയത്തില്ല. അവിടെ ചെന്നിട്ട് എങ്ങനെയാണ് പരിപാടികളൊക്കെ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ആ ലേക്കിന് അങ്ങോട്ട് പോകുക കേട്ടോ. പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. കർണാടകയിലാണ് ചിത്രദുർഗ. ഈ സ്ഥലത്തിൻ്റെ പേര് കൊടനഹട്ടി റോഡോ അങ്ങനെ എങ്ങാണ്ട് ഇതിൻ്റെ പേര്. ഇതിന് മുമ്പ് നമ്മൾ കൂട്ടുകാരൊക്കെ വന്ന് മീൻ പിടിച്ചിട്ടുണ്ട്. അവർ പ്രതീക്ഷ മീൻ കിട്ടുമെന്നൊക്കെ വിചാരിച്ചാണ് പോണത്. എന്തായാലും നമുക്ക് പോയി നോക്കാം. അറിയാം. അപ്പം നമ്മള് നമ്മുടെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ മച്ചാന്മാരൊക്കെ അവിടെ നിന്ന് ചൂണ്ടയും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട്. മീൻ കിട്ടുമെന്ന് അറിയില്ല. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൂട്ടുകാർ ഇവിടെ വന്ന് ഇട്ടേക്കുന്നത്. പോകാൻ നേരത്ത് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ വലിയ ലേക്ക് കാണിച്ചാൽ അവിടെ നിന്ന് വരുന്ന വെള്ളമാണ്. ഇതിൽ മീൻ ഉണ്ടാവുമെന്നാണ് അവരൊക്കെ പറയണേ. ആ ലേക്കിൽ അവർ ഇടാൻ സമ്മതിക്കത്തില്ല. കാരണം അതിൻ്റെ മുതലാളി ഭയങ്കര സീനാണ്. 25 ലക്ഷം രൂപ കൊടുത്ത് മീൻ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുപോയിട്ട് വളർത്തുന്നതാണ്. അതിന് എസ്കേപ്പായിട്ട് കുറേ എണ്ണം ഇതിൽ വരും. അതിനെയാണ് നമ്മൾ പിടിക്കാൻ നോക്കുന്നത്. എന്തായാലും മീൻ കിട്ടുമല്ലോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് നോക്കാം. അത് കഴിഞ്ഞ് ബാക്കി നമുക്ക് കാണാം എങ്ങനെ അവസ്ഥയാണ്. മീൻ കിട്ടിക്കഴിഞ്ഞാൽ ഇന്ന് ഉച്ചയ്ക്ക് മീൻ കൂട്ടി നമ്മൾ ചോറിനു, അല്ലെങ്കിൽ നമ്മൾ ഹോട്ടലിൽ പോയിട്ട് ചോറിനു. അതായിരിക്കും ഇന്നത്തെ അവസ്ഥ. അപ്പം നമ്മളെന്തായാലും മീനെ പിടിക്കാൻ നോക്കിയിട്ട് കിട്ടിയില്ല. ഇത് ഇവിടുള്ള ചേട്ടന്മാർ പിടിച്ച മീനാണ്. തൽക്കാലം നമുക്കത് കാണാം. നമ്മളെന്തായാലും ഇട്ടിട്ടുണ്ട്. ഇതുവരെ ഒന്നും കൊത്തിയിട്ടില്ല. എന്തായാലും ഇത്രയും വലിയ മീനൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. നമുക്ക് നോക്കി നോക്കാം എന്തായാലും. അപ്പം നമ്മുടെ മച്ചന്മാരൊക്കെ അവിടെ നിന്ന് ചൂണ്ടയൊക്കെ ഇടുന്നുണ്ട്. വേറൊരു ചേട്ടൻ വന്നില്ല. ചേട്ടനോടുള്ള ഓരോ ടിപ്സൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്തായാലും ഇട്ട് നോക്കട്ടെ. ആ ചേട്ടൻ ഇപ്പോൾ 2 മീനെ കിട്ടിയ നേരത്തെ കാണിച്ചില്ലേ. ആ രണ്ടും ഈ ചേട്ടനും ഇവിടെ ഇരിക്കുന്ന ഈ ചേട്ടന്മാർക്കുമാണ് കിട്ടിയേക്കുന്നത്. എന്തായാലും ഇവിടെ വലിയ മീനുണ്ടെന്ന് അവർ പറഞ്ഞു. അവർ പിടിക്കുന്നുണ്ട്. നമുക്കെന്തായാലും അത് കിട്ടുമല്ലോ നോക്കാം. എന്തായാലും നമ്മളും അവരുടെ മറ്റേ തീറ്റ അവരെന്തോ ഇൻഡി എന്നാണ് പറഞ്ഞത്. ഇൻഡി എന്ന് പറയുമ്പോൾ നമ്മുടെ പിണ്ണാക്കാണ്. പിണ്ണാക്ക് കുഴച്ചിട്ടുണ്ടാക്കിയ സാധനമാണ്. അത് അവരുടെ നിന്ന് കുറച്ച് മേടിച്ചിട്ടുണ്ട്. നമ്മുടെ ചൂണ്ടയിലും അത് കൊളുത്തിയിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. കിട്ടിക്കഴിഞ്ഞാൽ ലോട്ടറി. നമുക്കറിയത്തില്ല കിട്ടുമല്ലോ എന്ന്. അറ്റ്ലീസ്റ്റ് ഒരു എന്തെങ്കിലും ഒരു ചെറിയ മീനെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും. നോക്കാം നമുക്ക്. അപ്പൊ നമുക്ക് ആദ്യത്തെ മീനെ കിട്ടിയിട്ടുണ്ട്. ആ മീൻ കാണിച്ചേ. അപ്പൊ നമുക്ക് കിട്ടിയ മീനെ കാണിച്ചു തരാം. നമ്മളെ തീറ്റ മീൻ കിട്ടണ്ടേ. അപ്പൊ ഇതാണ് നമുക്ക് കിട്ടിയ മീന്, പെടക്കണ മീന്. അപ്പൊ നമുക്കിപ്പോ ഒരു നല്ലൊരു പ്രതീക്ഷ കിട്ടിയിട്ട് ഇനി മീൻ ഇനിയും കിട്ടുമെന്ന്. ഇനിയും നമ്മളിടും. നമ്മുടെ SJMലെ മെസ്സി എന്നറിയപ്പെടുന്ന ഹർഷലാണ് നമ്മുടെ മീനെ പിടിച്ചേക്കുന്നത്. ഹർഷലെ മോന്തേക്ക് ഒന്ന് കാണിച്ചാട്ടെ ഇങ്ങോട്ട്. ഹർഷൽ വിത്ത് ഹർഷലിന്റെ മീൻ കാണുന്നില്ല. നീ ഇപ്പുറ സൈഡിലേക്ക്. ആ ഹർഷലിന്റെ മീനും തിരിഞ്ഞാടാ. അപ്പൊ ഇനിയിപ്പോ ഹർഷൽ ചോദിച്ചാൽ എത്ര കിലോ മീൻ വേണമെന്നാണ് നമുക്ക് ചോദിച്ചേക്കണം. ഹർഷൽ ഇനി പിടിക്കുക എന്നുള്ള വാശിയിലാട്ടോ. നമുക്ക് നോക്കാം എന്തായാലും. ഇവിടെയുള്ള ചേട്ടയെ നമുക്ക് പറഞ്ഞെന്ന് പറയില്ല. ആ കൂടുതലുള്ള ചേട്ടയാണ് മീനെ പിടിച്ചിട്ടുണ്ട്. പുള്ളി ചൂണ്ടയിൽ നിന്ന് വിടിയിച്ചെടുക്കുന്ന ഭാഗമാണ് നമ്മൾ കാണുന്നത്.
ഇത് ഏൻ മീനാണ്? ജുലോബി. ഫിലോപ്പി. ഇത് ഫിലോപ്പി മീനാണെന്നാണ് പുള്ളി പറയുന്നത്. പുള്ളി വീണ്ടും ഇടുന്നുണ്ട്, നമുക്ക് നോക്കാം ഇനി. അപ്പം നമുക്ക് മീനെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ രാവിലെ വന്നതാണ്, ഇപ്പം സമയം ഏകദേശം 2 മണിയും കണ്ടായി. എന്തായാലും 10 മണിക്ക് വന്നിട്ട് 2 മണി ആയപ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയേക്കുന്ന ഈ 2 മീനും പിന്നെ കുറച്ച് ചെറിയ മീനും കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ മീൻ ഇനി കൊണ്ടുപോയി നമ്മൾ ഫ്രൈ ആക്കി കഴിക്കും. എന്തായാലും രാവിലെ തൊട്ട് കഷ്ടപ്പെട്ടതിൻ്റെ ഫലമായിട്ട് കിട്ടിയതാണ് ഇത്രയും മീൻ. നമ്മുടെ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു, അവർ കുറച്ച് വണ്ടി എടുത്ത് പോയി. നമ്മളിത് വണ്ടിയോടെ വെച്ചേക്കുന്നതിന് വണ്ടി എടുത്തിട്ട് പോവുകയാണ് ഇനി. ജാസ്തി ക്ലാസ്സിലെല്ലാവരും ഉണ്ട്, പിന്നെ കുറച്ച് ചേട്ടന്മാരൊക്കെ ഉണ്ട്. അവരൊക്കെ പറഞ്ഞു തന്ന രീതിയിലൊക്കെ ഇട്ടിട്ടാണ് സാധനം കിട്ടിയത്. അപ്പം നമ്മുടെ ഇന്നത്തെ ഫിഷിംഗ് വീഡിയോ ഇവിടെ കഴിയുകയാണ്. ഇനി അടുത്ത പുതിയ ഏതെങ്കിലുമൊക്കെ ഒരു വീഡിയോ ഞാൻ വരുന്നതായിരിക്കും. ചിത്രദുർഗയിലാണ് ഉള്ളത്. ഇവിടുത്തെ ഏതെങ്കിലും സ്ഥലത്തൊക്കെ പോയി എടുക്കണം എന്നൊക്കെ ഉണ്ട്. പിന്നെ കൊറോണയുടെ കുറച്ച് പ്രശ്നങ്ങളായതുകൊണ്ടാണ് പോകാതിരിക്കുന്നത് തന്നെ. അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾ ഫുൾ കാണുക. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.